പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വചനം തിരുവചനം ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബങ്ങളിലുള്ള സകലവിധ തിന്മകളും ഈ വചനാഭിഷേകത്താൽ വിട്ടുമാറട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ചിന്തകളോടെ നമുക്ക് വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാനുള്ള ഒരു വിളിയാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവപരിപാലനയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാൻ വായിച്ച ഒരു കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇത് പോർച്ചുഗീസ് നാവികനായ അൽബുക്കർക്കിനെ കുറിച്ചുള്ള കഥയാണ്. പോർച്ചുഗീസുകാരനായ വാസ്കോ ഡി ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന നാവികനാണ് അൽബുക്കർക്ക്. പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ മുനമ്പ് ചുറ്റി വേണം ഇവ യാത്ര ചെയ്യാൻ. അവിടെ പലപ്പോഴും കാറ്റും കോളുമുള്ള സ്ഥലമാണ്. അനവധി നാവികർ മരണമടയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അതിനെ മരണത്തിൻ്റെ മുനമ്പും എന്ന് വിളിക്കാറുണ്ട്. അവിടെ എപ്പോഴും കോളിളക്കമുണ്ടാകും, കപ്പലുകൾ തകർക്കപ്പെടും, നാവികർ മത്സ്യങ്ങൾക്ക് ഇരയാകാറുണ്ട്. അപ്പം അതുകൊണ്ട് നാവികർ അതിനെ വിളിക്കുന്നതും കുഴപ്പങ്ങളുടെ മുനമ്പെന്നാണ്. ആ വഴിയിലൂടെയാണ് പോർച്ചുഗീസ് നാവികനായ അൽബുക്കർക്ക് വരുന്നത്. പെട്ടെന്ന് ആ മുനമ്പിലെത്തിയപ്പോൾ വലിയ കോളിളക്കമുണ്ടായി. ഓക്കി ദുരന്തം പോലെ തിരമാലകൾ ഉയരുകയും ശക്തമായ കാറ്റും. അങ്ങനെ യാത്രക്കാരെല്ലാം ഭയപ്പെട്ട് തങ്ങളിതാ മരണത്തോടടുക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് അൽബുക്കർക്ക് കയ്യിൽ കിട്ടിയ ഒരു കുഞ്ഞിനെ എടുത്ത് ഉയർത്തിക്കൊണ്ട് ഹൃദയം നൊന്ത് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഞങ്ങൾ പാപികളാണ്, തെറ്റ് ചെയ്തവരാണ്. ആഴക്കടലിൽ വീണ് മരിക്കാൻ ഞങ്ങൾ അർഹരാണ്. എങ്കിലും ഈ കുഞ്ഞ് നിഷ്കളങ്കതയുടെ പര്യായമാണ്. ഈ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവത്തിൽ ആശ്രയിച്ചു. ആ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ചപ്പോൾ അൽബുക്കർക്കിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഈ കഥ പറയുന്നത് അത്ഭുതകരമായിട്ട് അവർ രക്ഷപ്പെട്ടു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തെക്കുറിച്ച് നമ്മളെല്ലാം എപ്പോഴും പറയുന്നത് ഇവിടെ സമാധാനമില്ല, സന്തോഷമില്ല. നമ്മുടെ ജീവിതങ്ങളെല്ലാം ഒരു കോളിളക്കത്തിൻ്റെ നടുവിലാണ്. നമ്മളെല്ലാം ജീവിതത്തിൻ്റെ വ്യഗ്രതയാൽ ഒരു വലിയ നെട്ടോട്ടത്തിലാണ്. പ്രധാനമായി നമ്മളെല്ലാം നേടിയവ നഷ്ടപ്പെടുമോ എന്നുള്ള ആകുലതയിലാണ്. ഈ ഒരു ഉത്കണ്ഠയാണ് നമ്മളെ രോഗികളാക്കുകയും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. ഡോക്ടർ ജോസഫ് പ്ലംബ്ലാനി, ഇവിടെ തലശ്ശേരി രൂപതയുടെ ഇപ്പോഴത്തെ സഹായമെത്രാൻ, ആകുലപ്പെടേണ്ട എന്ന ലേഖനത്തിൽ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: ആകാംക്ഷ എന്നത് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതായത് നമ്മുടെ ഉത്കണ്ഠ, നമ്മുടെ വ്യഗ്രത, നമ്മുടെ ആകാംക്ഷ,
ഇതാണ് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് പ്ലംപ്ലാനി പിതാവ് ഈ ലേഖനത്തിൽ പറയുകയാണ്. പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾ മുതൽ ഓപ്പറേഷനിലേക്ക് നീങ്ങുന്ന രോഗികൾ വരെ അസ്വസ്ഥരാണ്. അവൾ ഉത്കണ്ഠ രോഗത്തിന് അടിമകളാണ്. ദരിദ്രൻ അത്താഴത്തെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ ധനവാൻ ഓഹരി വിപണിയിലെ തകർച്ചകളെക്കുറിച്ച് ആകുലപ്പെടുന്നു. മാറാരോഗികൾ ഇനി ഞാനൊരു അടുത്ത സൂര്യോദയം കാണുമോ എന്നോർത്ത് ആകുലപ്പെടുന്നു. ആരോഗ്യമുള്ളവനാണെങ്കിൽ ശരീരത്തിൽ 6 പാക്ക് മസിലുകൾ ലഭിക്കാൻ വേണ്ടി ആകുലപ്പെടുന്നു. ഇന്ന് പല യുവജനങ്ങളുടെ ആകുലതകൾ കല്യാണം നടക്കുമോ, ജോലി കിട്ടുമോ, കല്യാണം ശരിയായാൽ തന്നെ നല്ല പെണ്ണിനെ ലഭിക്കുമോ, നല്ല പുരുഷനെ ലഭിക്കുമോ, മക്കൾ ഉണ്ടാകുമോ, ഉണ്ടാകുന്നെങ്കിൽ തന്നെ അവർ രോഗികളായിരിക്കുമോ, ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും രോഗമുണ്ടായിരിക്കുമോ, ഇനി ഉണ്ടാകുമോ, ക്യാൻസർ, ഹൃദ്രോഗം എന്നുപോലുള്ള രോഗങ്ങൾ പിടിക്കപ്പെടുമോ, എൻ്റെ ആയുസ് എത്രയാണ്? പിതാ പറയാൻ ഇതേപോലുള്ള ആകുലതകളുടെ അല്ലെങ്കിൽ ആകാംക്ഷയുടെ ഒരു രോഗത്തിന് അടിമയാണ് ആധുനിക ലോകം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയുന്ന തിരിച്ചറിവാണ് ഈ ലോകത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെ, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ ആകുലതകളാണ്. ദൈവപരിപാലനയിൽ വിശ്വസിക്കുകയും ദൈവവചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ആകുലതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. നാം ചെയ്യേണ്ടത് നീതിനിഷ്ഠയിൽ ജീവിക്കുക, കരുണയുള്ളവരാകുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 മുതൽ 34 വരെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതാണ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ ഭംഗിയായി നടക്കുമെന്ന വലിയ ഒരു തിരിച്ചറിവാണ് ആധുനിക ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. എന്താണ് ആകുലതകൾ അകറ്റാനുള്ള നമ്മുടെ കൈവശമുള്ള മാർഗങ്ങൾ? അത് മറ്റൊന്നുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുഹിതം എന്തെന്ന് ഞാൻ തിരിച്ചറിയുക. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അവരുടെ ആകുലതയ്ക്ക് കാരണമാകുന്ന ആ ഒരു തിന്മകളെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ സാധിക്കുകയുള്ളൂ. ഒരു കാലത്ത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടിയാണ് മനുഷ്യൻ നെട്ടോട്ടം ഓടിയിരുന്നതെങ്കിൽ ഇന്ന് അതിനപ്പുറം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ്, അതിനുവേണ്ടിയുള്ള വ്യഗ്രതയാണ്. പ്രിയപ്പെട്ടവരെ, നാം യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത് എല്ലാറ്റിനേക്കാൾ വലുത് നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവനെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമോ? മറ്റെല്ലാം നമ്മൾ വെട്ടിപ്പിടിക്കും, മറ്റെല്ലാത്തിനും വേണ്ടി നമ്മൾ വ്യഗ്രത പൂളും, ആകുലരാകും. നമ്മുടെ ജീവനെ ഒരു നിമിഷമെങ്കിലും പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുമോ? കാരണം ജീവന്റെ നിയന്ത്രണം നമ്മുടെ കൈവശമല്ല. ഒരു യുവാവ് ഒരു ബൈക്ക് വാങ്ങിച്ചു. അച്ഛൻ്റെ അടുത്ത് ആ ബൈക്ക് വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അവൻ്റെ അമ്മയോടൊപ്പമാണ് കൊണ്ടുവന്നത്. ആ വലിയ ബൈക്ക്, വില കൂടിയ ബൈക്ക് കണ്ടപ്പോൾ ഞാൻ ആ പയ്യനെ നോക്കി. ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര വയസ്സുണ്ട്? 16 വയസ്സ്. ഞാൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു, സഹോദരി, ഞാൻ ഈ ബൈക്ക് വെഞ്ചരിക്കില്ല.
കാരണം അപകടം പതിയിരിക്കുന്നിടത്തേക്കുള്ള എടുത്തുചാട്ടമാണ്. ഈ 16-17 വയസ്സുകാരൻ്റെ നിർബന്ധ ബുദ്ധി സഹിക്കവയ്യാതെയാണ് ആ അമ്മ ഗതികേട് കൊണ്ട് ആ മകന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, എത്ര ദുർമരണങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഒരു മകനും ഒരു മകളും മാത്രമുണ്ടായിരുന്ന മാതാപിതാക്കള് ആ മക്കള് നഷ്ടപ്പെട്ടുമ്പോൾ അവരൊഴുക്കുന്ന കണ്ണുനീര്. ജീവന്റെ നിയന്ത്രണം മനുഷ്യന്റെ കൈകളിലല്ല, അത് ദൈവത്തിൻ്റെ കൈകളിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 വരെയുള്ള വാക്യത്തിൽ ഒരു വലിയ ധനവാനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം സമ്പത്തെല്ലാം സ്വരൂപിച്ച് തൻ്റെ കളപ്പുരയിലെല്ലാം ശേഖരിച്ച് അദ്ദേഹം സ്വയം പറയുകയാണ്, ഇനി ഞാൻ ആസ്വദിക്കാൻ പോകുക, ഇനി എനിക്ക് സുഖിക്കണം. എന്തു പറ്റി? എടാ വിഡ്ഢി, നിന്റെ ജീവൻ ഇന്ന് രാത്രി എടുക്കപ്പെടുകയാണെങ്കിൽ അപ്രതീക്ഷിതമായി ലഭിച്ച സമ്പത്തിൽ മതിമറന്ന ആ ധനവാന്റെ ഇനി തൻ്റെ ജീവിതം ആകുലപ്പെടേണ്ട എന്ന കരുതിയ നിമിഷത്തിലാണ് അവൻ്റെ ജീവൻ എടുക്കപ്പെടുന്നത്. വെട്ടിപ്പിടിച്ചതെല്ലാം വെറുതെയാകുന്നു, ആകുലപ്പെട്ടതെല്ലാം വെറുതെയാകുന്നു, വ്യഗ്രത പൂണ്ടതെല്ലാം വെറുതെയാകുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ചെറുപ്പകാലം മുതൽ തന്നെ ആ പേർഷ്യയിലെ രാജാവ് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. നമ്മുടെ ഇന്ത്യയിലും വന്ന് അദ്ദേഹം പല രാജ്യങ്ങൾ കീഴടക്കി. പക്ഷെ എന്ത് സംഭവിച്ചു? യുവത്വത്തിൽ തന്നെ രോഗത്തിനടിമയായി മരണമടഞ്ഞു. വളരെ പ്രശസ്തമായ ഒരു കഥ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത്, മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ തൻ്റെ അനുചരന്മാരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു, എൻ്റെ ശവഘോഷയാത്രയിൽ എൻ്റെ 2 കരങ്ങളും ശവപ്പെട്ടിക്ക് പുറത്തിടണമേ. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഞാൻ വെറും കൈകളോടെയാണ് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതെന്ന് ഈ ലോകം അറിയട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവജനങ്ങളെ, കുട്ടികളെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം മടങ്ങുമ്പോൾ ശൂന്യമായ കൈകളുമായിട്ടാണ് നാം മടങ്ങുക. പിന്നെ എന്തിന് ഈ ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ അധികാരത്തിന് വേണ്ടി നാം എന്തിന് വ്യഗ്രത കൊള്ളുന്നു? നാം എന്തിന് ആകുലപ്പെടുന്നു? ഇത് നമ്മളെ രോഗികളാക്കില്ലേ? ഇത് നമുക്ക് പിരിമുറുക്കങ്ങൾ തരില്ലേ? ഇന്ന് നമ്മുടെ ആശുപത്രികൾ, ഒരു കാലത്ത് ആശുപത്രികളിലെല്ലാം ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഭ്രാന്തിൻ്റെ ഡോക്ടർമാർ. അവിടെ വലിയ തിരക്കുകളൊന്നും ഉണ്ടാകാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ആരാണ്? ഭ്രാന്തിൻ്റെ ഡോക്ടർമാരാണ്. കോഴിക്കോട് എനിക്കറിയുന്ന 1-2 ഡോക്ടർമാരുണ്ട്. വെളുപ്പിന് 3 മണി വരെ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ആൾക്കാരാണ്. എന്തു പറ്റി ഈ ലോകത്തിന്? ആകുലതകളും വ്യഗ്രതകളും നമ്മളെ മാനസിക രോഗികളാക്കുന്നു, വിഷാദ രോഗികളാക്കുന്നു, ഭയത്തിനടിമപ്പെടുത്തുന്നു. ജീവന്റെ നിയന്ത്രണം നമ്മുടെ അടുത്തല്ല, അത് ദൈവത്തിൻ്റെ അടുത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ആകുലതകളും അസ്വസ്ഥതകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. പ്ലംബ്ലാനി പിതാവ് പറയുന്ന കഥയാണ്. ഒരിക്കൽ ഒരു പണ്ഡിതൻ ആനപ്പാപ്പാനോട് ചോദിച്ചു അത്രേ, നിന്റെ അപ്പനെയും വല്യപ്പനെയും ആന കുത്തിക്കൊന്നിട്ടും നീ എന്തുകൊണ്ട് ഇപ്പോഴും പടുവിട്ടിയെ പോലെ ഒരു പാപ്പാൻ ജോലി ചെയ്യുന്നു? പാപ്പാൻ തിരിച്ചു ചോദിച്ചു, സാറിൻ്റെ അപ്പനും വല്യപ്പനും കട്ടിലിൽ കിടന്ന് മരിച്ചു എന്നല്ലേ സാറ് പറഞ്ഞത്? എന്നിട്ട് സാർ ഇപ്പോഴും എന്തുകൊണ്ടാണ്
കട്ടിലിൽ കിടന്നുറങ്ങുന്നത്. അപ്പോൾ സാറ് പമ്പര വിഡ്ഢിയല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആകുലപ്പെടേണ്ട, നമ്മൾ അസ്വസ്ഥരാകേണ്ട. ദൈവത്തിൽ ആശ്രയിക്കാനാണ് ഈ പാപ്പാൻ്റെ കഥ പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഏറ്റവും വിലയേറിയ ജീവനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കില്ല. അത് കട്ടിലിൽ കിടന്നാലും പാപ്പാൻ ജോലി ചെയ്താലും സമയമാകുമ്പോൾ ദൈവം നമ്മളെ വിളിക്കും. നമ്മുടെ സ്വന്തം ശക്തിയെ ആശ്രയിച്ച് ഉത്കണ്ഠപ്പെടുന്നതിലെ വിഡ്ഢിത്തം മനസ്സിലാക്കണമെന്ന് പ്ലംപ്ലാനി പിതാവ് ആ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. സ്വന്തം ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് ഉത്കണ്ഠപ്പെടുന്നതിലെ വിഡ്ഢിത്തം. പ്രിയപ്പെട്ടവരെ, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവൻ എപ്പോഴും അഹങ്കാരിയായിരിക്കും. അവനെപ്പോഴും സ്വാർത്ഥനായിരിക്കും. ഒരു സ്വാർത്ഥന്, ഒരു അഹങ്കാരിക്ക് ഒരിക്കലും ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തേത്, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ പിരിമുറുക്കം ഇല്ലാതാക്കാൻ നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്ന് നാം ഓർക്കണം. ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മുടെ ഉത്കണ്ഠകൾ ഇല്ലാതാക്കും. യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഇതാണ് ഒരു ക്രിസ്തു ശിഷ്യന് കൊടുക്കുന്ന ആപ്തവാക്യം. നീ എന്തിനാണ് ആകുലപ്പെടുന്നത്? നിന്റെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട. നീ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിനെന്ന് ഈശോ നിന്നെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം പതറിപ്പോകുന്ന നിമിഷങ്ങളുണ്ട്. വൈദ്യശാസ്ത്രം കൈവിടുന്ന നിമിഷങ്ങൾ, ക്യാൻസർ രോഗികൾ, അർബുദം ബാധിച്ചവർ പതറിപ്പോകുന്ന നിമിഷങ്ങളാണ്. വീട്ടിൽ തീർക്കാനാവാത്ത കടബാധ്യതകളുടെ മുൻപിൽ നെഞ്ചു തളർന്നു നിൽക്കുന്ന നിമിഷങ്ങൾ, നൊന്തുപെറ്റ മക്കള് തെരുവിലേക്ക് വലിച്ചെറിയുമ്പോൾ ഞെട്ടിപ്പോകുന്ന നിമിഷങ്ങൾ, പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കുടുംബ തകർച്ചകളുടെ മുൻപിൽ. ഈ ലോകത്തിലെ വേറെ ഒന്നിനും നിന്നെ ആശ്വസിപ്പിക്കാൻ സാധിക്കില്ല. വചനം നിന്നെ ആശ്വസിപ്പിക്കും. ഫിലിപ്പി 4:6 ഇപ്രകാരം നിന്നെ പഠിപ്പിക്കുകയാണ്: നീ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിന്റെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. വിശ്വാസത്തോടെ. നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെയും നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൽ നീ അഭയം പ്രാപിക്കുക. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ, ശൂന്യതയിൽ നിന്നെല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന് നിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് നീ കരുതുന്നുവോ? നിന്റെ ജീവിത പ്രതിസന്ധി പരിഹരിക്കാൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് സാധിക്കില്ല എന്ന് നീ കരുതുന്നുവോ? മത്തായി 6:30 നമ്മളെ പഠിപ്പിക്കുക: ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുണ്ടെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കയില്ല. ഇന്നുള്ളതും നാളെ തീയിൽ വലിച്ചെറിയപ്പെടുന്ന ഒരു പുല്ലിനെ ദൈവം പരിപാലിക്കുന്നുണ്ടെങ്കിൽ, വചനം പറയുക, അല്പവിശ്വാസികളെ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നിന്നെ ദൈവം എത്രയധികം അലങ്കരിക്കയില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: ഭൂമിയിലെ ഏറ്റവും
സുന്ദരനും ശക്തനും ബുദ്ധിമാനുമായിരുന്നു സോളമൻ രാജാവ്. എന്നാൽ ഈ സോളമൻ രാജാവിനെ കുറിച്ച് പറയപ്പെടുന്നത് അവൻ ഈ വയലിലെ ലില്ലിയുമായി തുലനം ചെയ്യുമ്പോൾ സോളമൻ രാജാവ് പോലും അലങ്കൃതനല്ലായിരുന്നു. വയലിലെ ലില്ലികളോട് കടപിടിക്കാൻ അവന് സാധിച്ചില്ല. അവസാനമായിട്ട് നമ്മുടെ സ്വന്തം ശക്തിയിൽ നാം ആശ്രയിക്കരുത്. ശക്തനായ ഗോലിയാത്തിനെ നേരിടാൻ ദാവീദ് ആശ്രയിച്ചത് ദൈവശക്തിയിലാണ്. ദൈവശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ദൈവം ഇടപെടും. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച ഹെറോദേസിനും പടയാളികൾക്കും എന്താണ് സംഭവിച്ചത്? സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച ഫറവോയ്ക്കും പടയാളികൾക്കും എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളും കുതിരപ്പടയാളികളും ചെങ്കടലിൽ മുങ്ങിത്താണു. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച മോശയ്ക്കും ദൈവജനത്തിനും ചെങ്കടൽ പിളർക്കപ്പെട്ട് വഴിയൊരുക്കപ്പെട്ടു. നിന്റെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, ബന്ധനങ്ങളെല്ലാം എടുത്തു മാറ്റപ്പെട്ട് നിനക്ക് വഴിയൊരുക്കപ്പെടും. ദൈവരാജ്യം അന്വേഷിച്ച് എളിമപ്പെടുക. ദൈവരാജ്യം അന്വേഷിക്കുക എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കണമെന്നാണ് പ്ലംബ്ലാനി പിതാവ് നേരത്തെ സൂചിപ്പിച്ച ആ ലേഖനത്തിൽ എഴുതിയത്. അദ്ദേഹം എന്നിട്ട് മഹാഭാരത കഥയിലെ ഒരു ചെറിയ കഥ എടുത്തു പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ദുശാസനം വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ ഒരു കൈകൊണ്ട് വസ്ത്രവും മറു കൈകൊണ്ട് ഈശ്വരനെയും വിളിച്ച പാഞ്ചാലിക്ക് രക്ഷ കിട്ടിയില്ല. ഒരു കൈകൊണ്ട് വസ്ത്രവും മറ്റേ കൈകൊണ്ട് ദൈവത്തെയും വിളിച്ച പാഞ്ചാലിക്ക് രക്ഷ കിട്ടിയില്ല. എന്നാൽ രണ്ട് കൈകളും ഉയർത്തി അവൾ ദൈവത്തെ വിളിച്ചപ്പോൾ അവൾക്ക് രക്ഷ കിട്ടി എന്നുള്ള ആ കഥ പ്ലംബ്ലാനി പിതാവ് ഈ ലേഖനത്തിൽ എടുത്തു പറയുക. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ബൈബിളും പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 5:6 ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് കർത്താവ് നിന്നെ എടുത്ത് ഉയർത്തിക്കൊള്ളും. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവശാസ്ത്രം. ഇതാണ് നമ്മുടെ ആധ്യാത്മികത. ഏശയ്യാ 41:10 നമ്മളെ പഠിപ്പിക്കുകയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതിനേക്കാൾ അപ്പുറമുള്ള ആശ്വാസം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്ന് ബോധ്യം തരുന്ന വിജയകരമായ വലത് കൈകൊണ്ട് നിന്നെ താങ്ങി നിർത്തിക്കൊള്ളും. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നാം വ്യഗ്രചിത്തരാകേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ദൈവം നിന്നോടൊപ്പം ചേർന്ന് നിൽക്കും. നിനക്ക് പരിഹരിക്കാനാവാത്ത ഏത് പ്രശ്നമാണെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നീ അഭയം തേടുമ്പോൾ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ ഞാൻ കണ്ടുമുട്ടിയത് പരിശുദ്ധ കുർബാനയിൽ അഭയം തേടിയ അനേകായിരങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത് കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിലെ ആകുലതകളും നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ വ്യഗ്രതകളും കർത്താവിങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ അത്ഭുതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രോഗികളാണ്, കടബാധ്യതരാണ്, ബിസിനസ് തകർച്ചയിലാണ്, കുടുംബം തകർച്ചയിലാണ്, നിരവധിയായ രോഗങ്ങൾക്ക് അടിമയാണ്. ഇതിനിടയിൽ ദൈവത്തെ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തെ ഇന്ന് ബലപ്പെടുത്തണമേ.
ഞങ്ങളുടെ വിശ്വാസത്തെ ഇന്ന് ആഴപ്പെടുത്തണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അത്ഭുതകരമായ ഡെലിവറൻസ് ഉത്കണ്ഠകളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.